സന്നിധാനത്ത് മകരവിളക്കിന് നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിൽ എത്തുക. മാത്രമല്ല അവരുടെ എല്ലാം ആരോഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തൊക്കെയാണ് ഇത്രയും പതിനായിരക്കണക്കിന് ആൾക്കാർ മല കയറുമ്പോൾ ഒരുക്കങ്ങൾ എന്തൊക്കെയാകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കൗതുകമല്ലേ അറിയാൻ. നമുക്കൊപ്പം ചേരുകയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ്. രാഹുൽ, പറയൂ, എന്തൊക്കെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. മകരസംക്രമ പൂജകൾക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി മല കയറുന്ന തീർത്ഥാടകർ വിരിവെച്ച് ഇവിടെ തന്നെ തുടരുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ വിരിവെച്ച് ശബരിമല സന്നിധാനത്ത് തുടരുന്നുണ്ട് എന്നാണ് പോലീസിന്റെ നിലവിലെ ഒരു കണക്ക്. പക്ഷേ ഇപ്പോഴും തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ ഒരു കുറവ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ട് എങ്കിൽ കൂടി സുഗമമായ ദർശനമാണ് ഇപ്പോൾ സാധ്യമാവുന്നത്. തീർത്ഥാടകരെല്ലാം തന്നെ പടി 18 തൊഴുത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മല കയറുന്ന തീർത്ഥാടകർക്ക് 1 മിനിറ്റ് പോലും ക്യൂവിൽ നിൽക്കാതെ ദർശനം സാധ്യമാകുന്നുണ്ട് എന്നതാണ് ഇന്നലത്തെയും ഇന്നത്തെയും പ്രത്യേകത. എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ മകര വിളക്കിനോടനുബന്ധിച്ച് 3 ലക്ഷം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും പോലീസും ഉള്ളത്. അതുകൊണ്ട് അത്രയും ആളുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സുഗമമായ ദർശനം നൽകേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായുള്ള ചില നിയന്ത്രണങ്ങളൊക്കെയാണ് ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങുന്നത്. ഇന്നലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. DGP പറഞ്ഞ അനുസരിച്ച് 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടുന്ന മുഴുവൻ മേഖലയിലും വിന്യസിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചില നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ നടപ്പാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പമ്പയിൽ ഇന്നു മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല എന്നുള്ളതാണ്. രാവിലെ 8 മണി മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ പമ്പയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല എന്നാണ് ദേവസ്വം ബോർഡും പോലീസും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാവുന്ന തീർത്ഥാടകരുടെ എണ്ണം അത് 60,000-ആയി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ 70,000 പേർക്ക് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാമായിരുന്നു. അത് ഇന്ന് 60,000-ആയി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നാളെ അത് 50,000-ആയും മകരവിളക്ക് ദിനമായ മറ്റന്നാൾ അത് 40,000-ആയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗിൽ 5,000 പേർക്കായിരിക്കും ഇന്നും നാളെയും ബുക്ക് ചെയ്യാൻ കഴിയുക. അങ്ങനെ വിപുലമായ ഒരുക്കങ്ങളാണ് ശബരിമല സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി